എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പേജ് 22-ലാണ്. ഓക്കെ, നമ്മൾ തുടങ്ങുകയാണ്. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജന്റ്ലി. ലിസൺ എന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കൂ. ഐ ടുക്ക് ഹിസ് ഹാൻഡ്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. ആൻഡ് സ്പീക്കിംഗ് ബിഗാൻ, ആരംഭിച്ചു. സ്പീക്കിംഗ് അർജന്റ്ലി, അടിയന്തരമായിട്ട്, അത്യാവശ്യമായിട്ട്, പെട്ടെന്ന്. ഐ നെവർ ടോൾഡ് യു മൈ നെയിം, ഞാൻ നെവർ, ഒരിക്കലും, ടോൾഡ് യു, പറഞ്ഞില്ല, മൈ നെയിം, എൻ്റെ പേര്, ഞാൻ ഒരിക്കലും നിന്റെ പേര് നിന്നോട് പറഞ്ഞില്ല. യു ഡിഡ്ന്റ് ആസ്ക് മീ, നീ എന്നോട് ചോദിച്ചുമില്ല. യു ഡിഡ് നോട്ട് ആസ്ക് മീ, നീ എന്നോട് ചോദിച്ചില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്, പക്ഷേ ഐ വാണ്ട് യു, എനിക്ക് ആവശ്യമുണ്ട്, യു, നീ, ടു റിമെമ്പർ, ഓർക്കുവാൻ, ഇറ്റ്. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ, ആർക്കറിയാം, ഹൂ നോസ്, ആർക്കറിയാം, വാട്ട് മേ ഹാപ്പൻ, എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഓക്കെ, യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം, നിനക്ക് ഒരു ദീർഘദൂര യാത്രയുണ്ട്. എങ്ങോട്ട്? വീട്ടിലേക്ക്. യു ഹാവ് ലോങ് വേ, നിനക്ക് ദീർഘദൂരമുണ്ട്. ടു ഗോ ഹോം, വീട്ടിലേക്ക്. ഇഫ് ഐ സർവൈവ്, ഏതെങ്കിലും വിധത്തിൽ ഞാൻ സർവൈവ് ചെയ്യുവാണെങ്കിൽ, അതായത് ഈ യുദ്ധത്തെ അതിജീവിക്കുവാണെങ്കിൽ, സർവൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിക്കുക. ഐ വിൽ സർട്ടൺലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ, ഐ വിൽ, ഞാൻ ഉറപ്പായും, സർട്ടൺലി, ഉറപ്പായും, ബി വർക്കിംഗ്, പണി ചെയ്യുന്നതായിരിക്കും, ഫോർ പോളിഷ് റേഡിയോ, പോളണ്ടിലെ റേഡിയോയ്ക്ക് അല്ലെങ്കിൽ പോളിഷ് റേഡിയോയിൽ ഞാൻ വീണ്ടും പ്രവർത്തിക്കും. ഐ വാസ് ദയർ ബിഫോർ ദ വാർ, ഐ വാസ്, ഞാനായിരുന്നു, ദയർ, അവിടെ, ബിഫോർ, മുൻപ്, വാർ, യുദ്ധം, അപ്പൊ യുദ്ധത്തിന് മുമ്പ് ഞാൻ അവിടെയായിരുന്നു. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇഫ് എനിത്തിങ് ഹാപ്പൻ ടു യു, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്താണ് ചെയ്യുന്നത്? ഹാപ്പൻസ് ടു യു. ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, ദെൻ ഇൻ എനി വേ, ഏതെങ്കിലും രീതിയിൽ, റിമെമ്പർ മൈ നെയിം, എൻ്റെ പേര് ഓർക്കുക. ഓക്കെ, ഏതെങ്കിലും വിധത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ പേര് ഓർക്കുക. സ്പിൽമാൻ പോളിഷ് റേഡിയോസ്, പേര് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് സ്പിൽമാൻ പോളിഷ് റേഡിയോ. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ, ഹാഫ് ഷൈ ആൻഡ് ഹാഫ് എംബാരസ്ഡ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സാധാരണ പോലെയുള്ള ആ ചിരി തന്നു. പകുതി എന്താണ്, ലജ്ജയോടും പകുതി അമ്പാരപ്പോടും കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പേര് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം പ്ലഷർ വിത്ത് മൈ നെയ് വിഷ് ടു ഹെൽപ്പ് ഹിം, പക്ഷേ ഞാൻ വിചാരിച്ചു, ഐ ഫെൽറ്റ്, എനിക്ക് തോന്നി, എന്താണ്, ഐ ഹാഡ് ഗിവൺ ഹിം, ഞാൻ അവന് നൽകി, എന്താണ്, പ്ലഷർ, സന്തോഷം, വിത്ത് മൈ നെയ് വിഷ്, അതായത് ഞാൻ എൻ്റെ ആ ഒരു നിഷ്കളങ്കമായ ആഗ്രഹത്തിൽ അവന് സന്തോഷിക്കുവാനുള്ള ആ നിഷ്കളങ്കമായ ആഗ്രഹത്തിൽ അവന് സന്തോഷം നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ദ ഫസ്റ്റ് ഹാർഡ് ഫോറസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഡിസംബർ, അതായത് ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഡിസംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഹാഫ്, അപ്പോൾ എന്താണ്, ദ ഫസ്റ്റ് ഹാർഡ്, അതായത് ആദ്യം തന്നെ, ഡിസംബർ ആദ്യം തന്നെ, ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ, അതായത് ഡിസംബർ പകുതിയോടെ ഫ്രോസ്റ്റ് കെയിം, ഫ്രോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കഠിനമായ ശൈത്യം അല്ലെങ്കിൽ മഞ്ഞ് വന്നു എന്നാണ് പറഞ്ഞത്, മഞ്ഞ് വീഴ്ച തുടങ്ങിയത്, അതായത് കഠിനമായ ശൈത്യം തുടങ്ങി. ക്രിസ്തുമസ് കെയിം, ക്രിസ്മസ് വന്നു. ആൻഡ് ദ ന്യൂ ഇയർ 1945, 1945 പുതുവത്സരവും വന്നു. ഓക്കെ, ദ സിക്സ്ത് ക്രിസ്തുമസ്, അതായത് ആറാമത്തെ ക്രിസ്തുമസ്, ആൻഡ് ന്യൂ ഇയർ, ആറാമത്തെ ന്യൂ ഇയർ, പുതുവത്സര സെലിബ്രേഷൻസ്, ആഘോഷം, ഓഫ് ദ വാർ, യുദ്ധത്തിലെ ആറാമത്തെ ക്രിസ്തുമസും ആറാമത്തെ പുതുവത്സര ആഘോഷങ്ങളും വന്നു. ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോൺ, അതുപോലെ തന്നെ എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മോശവുമായ, എന്താണ്, വേഴ്സ്റ്റ് ഐ ഹാവ് നോൺ ആയ സംഭവമായിരുന്നു ഇത്. ഏത്? ഈ ക്രിസ്തുമസും അതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഈ കഠിനമായ ശൈത്യം, രണ്ട് ഈ ക്രിസ്തുമസ്, അതുപോലെ തന്നെ ഈ പുതുവത്സരവും. ഐ ലേ ഇൻ ദ ഡാർക്ക്, എന്താണ് പറയുന്നത്, ഞാൻ ഇരുട്ടിൽ കിടന്നു. എവിടെയാണ്? ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിങ് ടു ദ സ്ട്രോമി വിൻഡ്, എന്തിനോടാണ്? ആ അവിടെ അടിക്കുന്ന ആ കഠിനമായിട്ട് വന്നു കിടക്കുന്ന ആ കാറ്റിന്റെ ശബ്ദത്തോടു കൂടി. ഐ ഹേർഡ് ദ
സ്ക്യൂറിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ്. ഞാൻ പിന്നെ എന്താണ് കേട്ടത്? ഐ ഹേഡ്, ഞാൻ കേട്ടു, എലികളുടെ സ്ക്യൂറിംഗ്, അതായത് സ്ക്യൂറിംഗ് ആൻഡ് റസ്ലിംഗ്, കലവല ശബ്ദവും ഓടി നടത്തവും ഞാൻ കേട്ടു. ആരുടെയാണ്? ഓഫ് റാറ്റ്സ് ആൻഡ് മീസ്, അതായത് എലികളുടെയും ചുണ്ടലികളെയും. റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ആറ്റിക്, അതായത് അവ എന്ത് ചെയ്യുന്നു? തട്ടിൻപുറത്ത് കലവല ശബ്ദത്തോടും അതുപോലെ തന്നെ ഒച്ചയോടും കൂടി അവ ഓടുന്നതിന്റെ ഒച്ച ഞാൻ കേട്ടു. ഇൻ മൈ മൈൻഡ്, എന്റെ മനസ്സിൽ, ഐ വെന്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് വാർ. എന്റെ മനസ്സിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ ജീവിതത്തിലുണ്ടായ ക്രിസ്തുമസുകളിലേക്കും ന്യൂ ഇയറുകളിലേക്കും ഒന്ന് തിരിച്ചുപോയി. ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് വാർ, അതായത് യുദ്ധത്തിന് മുൻപും യുദ്ധത്തിന്റെ സമയത്തും എൻ്റെ ജീവിതത്തിലുണ്ടായ ക്രിസ്തുമസുകളിലേക്കും അതുപോലെ തന്നെ ന്യൂ ഇയറുകളിലേക്കും ഒന്ന് തിരിച്ചുപോയി. അറ്റ് ഫസ്റ്റ്, ആദ്യം, ഐ ഹാഡ് ഹോം, ആദ്യം എനിക്ക് ഒരു വീടുണ്ടായിരുന്നു. പേരൻസ്, മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. 2 സിസ്റ്റേഴ്സ്, 2 സഹോദരിമാരുണ്ടായിരുന്നു. ആൻഡ് എ ബ്രദർ, ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം, അതിനുശേഷം ഞങ്ങൾക്ക് വീടില്ലാതായി തീർന്നു. ഓഫ് അവർ ഓൺ, ഞങ്ങളുടേതായിട്ട് എനിമോർ, അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വീടില്ലാതായി തീർന്നു. ബട്ട് വി വെർ ടുഗെദർ, പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് എലോൺ, അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കായി തീർന്നു. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ, പക്ഷെ വേറെ ആളുകളാൽ ഞങ്ങൾ ചുറ്റപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വേറെ ആളുകളുടെ കൂടെയായിരുന്നു ഞങ്ങൾ. ആൻഡ് നൗ ഐ വാസ് ലോണിയർ, പക്ഷെ ഇപ്പം ഞാൻ എന്തായിത്തീർന്നു? ഒരു ഏകാഗിയായിത്തീർന്നു, അല്ലെങ്കിൽ ഏകനായിത്തീർന്നു. ഐ സപ്പോസ്, ഞാൻ ചിന്തിക്കുന്നു, ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്, അതായത് ഈ ലോകത്ത് മറ്റാരേക്കാൾ അധികമായി ഞാൻ ഏകനാകുന്നു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, എലോൺ. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഐ സപ്പോസ്, ഞാൻ ചിന്തിക്കുന്നു, ഐ ഹാഡ് ടു ബി എലോൺ, ഞാൻ ഒറ്റയ്ക്കായിരിക്കണം. എൻറ്റയർലി എലോൺ, ഒറ്റയ്ക്ക് മാത്രമായിരിക്കണം. ഇഫ് ഐ വാണ്ട് ടു ലീവ്, അതായത് ഇനി ഞാൻ അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കണം, ഏകനായിരിക്കണം, ഒറ്റയ്ക്ക് മാത്രമായിരിക്കണം എനിക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് വരികയാണ്. വാട്ട് ഡു യു തിങ്ക് ഓഫ് സിൽക്ക്മാൻസ് അഡ്വൈസ് ടു ദ ജർമ്മൻ ഓഫീസർ? എന്താണ് ആ സിൽക്ക്മാൻസ് അഡ്വൈസ് ടു ദ ജർമ്മൻ ഓഫീസറെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക്, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഓ, സിൽക്ക്മാൻസ് അഡ്വൈസ്, സിൽക്ക്മാൻസ് ഉപദേശം, ടു ദ ജർമ്മൻ ഓഫീസർ, ജർമ്മൻ ഓഫീസർക്ക് കൊടുത്തതിനെ കുറിച്ച്. സിൽക്ക്മാൻ ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ടു ദ ജർമ്മൻ ഓഫീസർ ബൈ സ്റ്റേറ്റിംഗ് ഹിസ് നെയിം ആൻഡ് പ്രൊഫഷൻ. സിൽക്ക്മാൻ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസസ്, തന്നെ പരിചയപ്പെടുത്തുന്നു, ഹിംസെൽഫ്, ഓക്കെ, ടു ദ ജർമ്മൻ ഓഫീസർ ബൈ സ്റ്റേറ്റിംഗ്, അദ്ദേഹം സ്റ്റേറ്റ് ചെയ്ത്, ഹിസ് നെയിം, അദ്ദേഹത്തിന്റെ നെയിമും, ആൻഡ് പ്രൊഫഷൻ, ജോലിയും, സബ്സ്റ്റിലി സിഗ്നലിംഗ് ഹിസ് ഫോർമർ പ്രൊമിനൻസ് ഇൻ പോളിഷ് റേഡിയോ. അദ്ദേഹം എന്താണ് ചെയ്തത്? ഫെയിൻലി അല്ലെങ്കിൽ ഫൈനലി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സബ്സ്റ്റിലി, അതായത് ശരിയായ രീതിയിൽ, ഫൈനലി, സിഗ്നലി, അറിവ് കൊടുക്കുന്നു. ഹിസ് ഫോർമർ പ്രൊമിനൻസ്, അദ്ദേഹത്തിന്റെ പ്രാധാന്യം എവിടെയാണ്? ഇൻ പോളിഷ് റേഡിയോയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം അറിവ് കൊടുക്കുകയാണ്. ഹി ഇംപ്ലൈസ് ദാറ്റ്, അദ്ദേഹം അതോടുകൂടി എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? ഇഫ് ദ വാർ എൻഡ്സ്, ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ, യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ, ആൻഡ് റീഅസ്യൂംസ് ഹിസ് കരിയർ, ആൻഡ് ഹി റീഅസ്യൂംസ് ഹിസ് കരിയർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് തിരികെ വരികയാണെങ്കിൽ, ഹി വുഡ് ബി ഇൻ എ പൊസിഷൻ, അദ്ദേഹം ഒരു പൊസിഷനിലായിരിക്കും, ടു ഓഫർ ഹെൽപ്പ് ആസ് എ ജസ്റ്റർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അദ്ദേഹം ഒരു സഹായം നൽകുന്ന പൊസിഷനിൽ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കെ. വാട്ട് സൗണ്ട്സ് ഡിഡ് സ്പിൽമാൻ ഹിയർ ഫ്രം ദ ആറ്റിക്? എന്തെല്ലാം സൗണ്ടുകളാണ് സ്പിൽമാൻ ഈ ആറ്റിക്കിൽ, അതായത് ആ തട്ടിൻപുറത്ത് വച്ച് കേട്ടത്? സ്പിൽമാൻ ഹേഡ്, കേട്ടു, ദ സ്ക്യൂറിംഗ് ആൻഡ് റസ്ലിംഗ്, എന്താണ് ചെയ്യുന്നത്? അവിടെ കരച്ചിലും അതുപോലെ തന്നെ കലപില ശബ്ദം. ഓഫ് റാറ്റ്സ് ആൻഡ് മീറ്റ്സ്, അതായത് എലികളുടെയും ചുണ്ടലികളുടെയും. ഹൂ വാസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ആറ്റിക്, അവ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റണ്ണിങ്, ഓടിക്കൊണ്ടിരുന്നു. ബാക്ക് ആൻഡ് ഫോർത്ത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇൻ ദ ആറ്റിക് എന്ന് വെച്ചാൽ തട്ടിൻപുറത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഡസ് സിൽക്മാൻ സേ ദാറ്റ് ഹി ഹാഡ് ടു ബി എലോൺ ഇഫ് ഹി വാണ്ട് ടു ലീവ്? എന്തുകൊണ്ടാണ് സിൽക്മാൻ പറഞ്ഞത് ഹി ഹാഡ് ടു ബി, അവൻ ഒറ്റയ്ക്കായിരിക്കണം, എലോൺ, ഓക്കെ, ഒറ്റയ്ക്ക്, ഇഫ് ഹി വാണ്ടഡ് ടു ലീവ്, അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ചരിത്രം ഓർത്തുകൊണ്ട് പറയുകയാണ്. അറ്റ് ഫസ്റ്റ് ഹി ഹാഡ് എ ഹോം, ആദ്യം അദ്ദേഹത്തിന് ഒരു വീടുണ്ടായിരുന്നു. പേരൻസ്, സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. 2 സിസ്റ്റേഴ്സ്, 2 സഹോദരിമാരുണ്ടായിരുന്നു. ആൻഡ് എ ബ്രദർ, ഒരു സഹോദരി ഉണ്ടായിരുന്നു. ദെൻ ദ ഹോം വാസ് ഗോൺ, അപ്പോൾ ആ വീട് നഷ്ടപ്പെട്ടു. ബട്ട് ദേ വെർ സ്റ്റിൽ ടുഗെദർ, പക്ഷെ അവര് ഒന്നിച്ചായിരുന്നു. ലേറ്റർ, അതിനുശേഷം, ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ, അദ്ദേഹത്തെ ഒറ്റയ്ക്കായിട്ട് കാണപ്പെട്ടു.
ദോ സ്റ്റിൽ സറൗണ്ടഡ് ബൈ സ്ട്രേഞ്ചേഴ്സ്. അദ്ദേഹം ഒറ്റയ്ക്കാണ്, അതായത് അദ്ദേഹത്തിന്റെ അംഗങ്ങളില്ലെങ്കിലും സറൗണ്ടഡ് ബൈ സ്ട്രേഞ്ചേഴ്സ്, അതായത് അപരിചിതരാൽ ചുറ്റപ്പെട്ട് അദ്ദേഹം ഒറ്റയ്ക്കായി കാണപ്പെട്ടു. ഓക്കെ, സ്ട്രേഞ്ചേഴ്സ് അപരിചിതർ, സറൗണ്ടഡ് ചുറ്റപ്പെട്ടു. ഓക്കെ, ആൻഡ് നൗ ഇപ്പോൾ, ലോൾനിയർ ദാൻ എവർ, മറ്റെല്ലാ സമയത്തേക്കാളും ഏകനായി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ലോൾനിയർ, ഒറ്റപ്പെടുക, ഏകനായിരിക്കുക. ഹി ബിലീവ്സ്, അദ്ദേഹം വിശ്വസിക്കുന്നു. ദാറ്റ് ഈവൺ ഈ ഹി സർവൈവ്, അദ്ദേഹം ഈ അവസ്ഥയെ അതിജീവിക്കുകയാണെങ്കിൽ ഹി വിൽ ഹാവ് ടു ഫേസ് ലൈഫ് അലോൺ, അദ്ദേഹം എന്ത് ചെയ്യണം? ജീവിതത്തെ ഒരിക്കൽ കൂടി ജീവിതത്തെ അദ്ദേഹം ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.